2025 ജൂൺ 3 വേദി അഹമ്മദാബാദ് മോദി സ്റ്റേഡിയം. IPL കലാശ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു പഞ്ചാബ് കിങ്സ് ഏറ്റുമുട്ടുന്നു. കന്നിക്കിരീടം ലക്ഷ്യമിട്ട് ഇരു ടീമും ഇഞ്ചോടിഞ്ച് പൊരുതിയോടെ മത്സരം അവസാന ഓവർ ത്രില്ലറിലേക്ക്. 6 പന്തിൽ പഞ്ചാബിന് വിജയത്തിനായി വേണ്ടത് 28 റൺസ്. ക്രീസിലുള്ളത് മികച്ച ഫോമിലുള്ള ശശാങ്ക് സിംഗ്. ബൗളിംഗ് എൻഡിൽ RCBയുടെ വിശ്വസ്ത പേസർ ജോസ് ഹേസൽവുഡ്. ക്രൂഷ്യൽ ഓവറിൽ 3 സിക്സറും 1 ഫോറുമായി ശശാങ്ക് അവസാനം വരെയും പൊരുതിയെങ്കിലും 6 റൺസ് അകലെ പഞ്ചാബിന് മുകളിൽ RCBയുടെ വിജയക്കൊടി പാറി. 17 വർഷത്തെ നീണ്ട കാത്തിരിപ്പ് വികാരഭരിതമായി വിരാട് കോഹ്ലി ആഘോഷിച്ചപ്പോൾ മറുഭാഗത്ത് നിരാശയുടെ മുഖഭാവവുമായി മൈതാനം വിടുന്ന ശശാങ്കിൻ്റെ ദൃശ്യം ഇന്നും ആരാധകരുടെ മനസ്സിലുണ്ടാകും. ശോകമുഖമായ പഞ്ചാബ് ഡഗ്ഔട്ട്. ഒരു ഡ്രീം സീസണ് ഇങ്ങനെ ഒരു പര്യവസാനമായിരുന്നില്ല അവർ ആഗ്രഹിച്ചത്. അതെല്ലാം ഇനി മറക്കാം. വീണ്ടും ഒരു IPL സീസണിന് കാഹളം മുഴങ്ങുമ്പോൾ പഞ്ചാബ് കിങ്സ് സർവ്വസന്നാഹത്തോടെ അവസാനവട്ട തയ്യാറെടുപ്പിലാണ്. പോയ സീസണിൽ കപ്പിനും ചുണ്ടിനുമിടയിൽ നഷ്ടമായ മോഹക്കപ്പ് ലക്ഷ്യമിടുന്ന പഞ്ചാബ് കിങ്സിൻ്റെ സാധ്യതകൾ എന്തെല്ലാം പരിശോധിക്കാം. 14 മത്സരങ്ങൾ, 9 വിജയങ്ങൾ, 19 പോയിന്റുമായി ടേബിൾ ടോപ്പറായി പ്ലേ ഓഫിലേക്ക്. ഒരു പതിറ്റാണ്ടിൻ്റെ കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഫൈനലിൽ. മുൻ സീസണുകളിലെ ജയപരാജയങ്ങളുടെ റോളർ കോസ്റ്റർ ഗെയിമിൽ നിന്നു മാറി ആദ്യാവസാനം ആധിപത്യം പുലർത്തുന്ന ഒരു സംഘത്തെയാണ് 2025 ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ആരാധകർ കണ്ടത്. ഒരുപക്ഷെ സീസണിന് മുൻപ് ആരും പ്രതീക്ഷ വെക്കാതിരുന്ന സംഘത്തിൻ്റെ ശക്തമായ കംബാക്ക്. ശ്രേയസ് അയ്യരുടെ ക്യാപ്റ്റൻസിയും പരിശീലകൻ റിക്കി പോണ്ടിങ്ങിൻ്റെ തന്ത്രങ്ങളും ഫ്രാഞ്ചൈസിയുടെ വിജയസമവാക്യത്തിൽ നിർണായക റോൾ വഹിക്കുന്നതാണ് കണ്ടത്. IPL ലേലത്തിന് മുൻപായി താരങ്ങളെ കൂട്ടത്തോടെ റിലീസ് ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്ന പഞ്ചാബ് ഇത്തവണ അതിന് മാറ്റം വരുത്തി. കോർ ടീമിനെ നിലനിർത്തിക്കൊണ്ട് പുതിയ പതിപ്പിന് തയ്യാറെടുക്കാനാണ് ഫ്രാഞ്ചൈസി തീരുമാനമെടുത്തത്. ഓസീസ് താരങ്ങളായ ബെൻ ഡാർഷുയിസ്, കൂപ്പർ കൊണോളി എന്നിവരാണ് മിനി ലേലത്തിൽ ടീം പിക്ക് ചെയ്ത പ്രധാന താരങ്ങൾ. ചെന്നൈ സൂപ്പർ കിങ്സും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സുമെല്ലാം അടിമുടി മാറ്റവുമായി എത്തുമ്പോൾ പോയ സീസണിൽ അവസാനിപ്പിച്ചെടുത്തു നിന്ന് കത്തിപ്പടരാനാണ് പഞ്ചാബ് ലക്ഷ്യമിടുന്നത്. പവർ പ്ലേയിൽ ഫിയർലെസ് ബാറ്റിംഗുമായി പ്രഭുസിമ്രാൻ സിംഗ്, പ്രിയാൻഷ് ആര്യ സഖ്യം തുടരും. പോയ സീസണിൽ റെക്കോർഡ് ഓപ്പണിംഗ് പാർട്ണർഷിപ്പാണ് ഈ 2 അൺക്യാപ്ഡ് താരങ്ങൾ ചേർന്ന് നടത്തിയത്. ഇരുവരും ചേർന്ന് സ്കോർ ബോർഡിൽ ചേർത്തത് 500-ലധികം റൺസ്. 2 തവണയാണ് ഓപ്പണിംഗ് സഖ്യം 100 കടന്നത്. 17 മത്സരങ്ങളിൽ നിന്നായി 160 സ്ട്രൈക്ക് റേറ്റിൽ 450 അടക്കം 549 റൺസാണ് പ്രഭുസിമ്രാൻ സിംഗിൻ്റെ പോയ പതിപ്പിലെ സമ്പാദ്യം. 2019 മുതൽ IPLൽ പങ്കെടുത്തു വരുന്ന താരത്തിൻ്റെ ഏറ്റവും മികച്ച പെർഫോമൻസും ഈ സീസണിലായിരുന്നു. ഈ വർഷം വിജയ് ഹസാരെ ട്രോഫിയിൽ പഞ്ചാബിനായി മികച്ച പ്രകടനം നടത്തിയ പ്രഭുസിമ്രാൻ തികഞ്ഞ പ്രതീക്ഷയോടെയാണ് മറ്റൊരു സീസണായി ഒരുങ്ങുന്നത്. പ്രഭുസിമ്രാൻ തകർത്തടിക്കുമ്പോൾ മറുഭാഗത്ത് പ്രിയാൻഷ് ആര്യയും ഇതേ ഇൻറ്റൻറ്റിലായിരുന്നു. ആദ്യ IPLനെത്തിയ 24-കാരൻ 1 സെഞ്ചുറിയും 2 50യും അടക്കം 475 റൺസാണ് നേടിയത്. വൺ ഡൗണായി ശ്രേയസ് അയ്യർ ക്രീസിലെത്തും. 26.75 കോടിയുടെ വലിയ തുകക്ക് KKRൽ നിന്നെത്തി പഞ്ചാബ് നായക സ്ഥാനമേറ്റെടുത്ത ശ്രേയസ് ക്യാപ്റ്റൻസിക്കൊപ്പം ബാറ്റിംഗിലും ടീമിൻ്റെ വിജയശില്പിയായിരുന്നു. 50.33 ബാറ്റിംഗ് ശരാശരിയിൽ 604 റൺസാണ് പഞ്ചാബ് നായകൻ്റെ സമ്പാദ്യം. ഒരു പതിറ്റാണ്ടിൻ്റെ IPL കരിയറിലെ ഏറ്റവും ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ സീസണും ഇതായിരുന്നു. 6 അർദ്ധ സെഞ്ചുറി അടക്കം നേടിയ 31-കാരൻ പല മത്സരങ്ങളിലും ടീമിൻ്റെ വിജയശില്പിയുമായി. ഈ സീസണിലും ശ്രേയസിന് ചുറ്റിപ്പറ്റിയാകും പഞ്ചാബ് ഗെയിം പ്ലാനിംഗ്. മധ്യനിരയിൽ ഇന്നിംഗ്സ് ബിൽഡ് ചെയ്യാൻ നേഹൽ വധേര, ശശാങ്ക് സിംഗ് എന്നീ ഡൊമസ്റ്റിക് താരങ്ങളുടെ സാന്നിധ്യവും പഞ്ചാബിന് കരുത്തായുണ്ട്. മാർക്കസ് സ്റ്റോയിനിസ്, അസ്മത്തുള്ള ഒമർ സായി, മാർക്കോ യാൻസൻ, മിച്ചൽ ഓവൻ തുടങ്ങിയ വിദേശ ഓൾറൗണ്ടർ ഓപ്ഷനുകളും പോണ്ടിങ്ങിന് പ്രതീക്ഷ നൽകുന്നതാണ്. മുഴുവൻ സമയവും ലഭ്യമാകില്ലെന്ന കാരണത്താൽ ടീം റിലീസ് ചെയ്ത ജോസ് ഇംഗ്ലീഷിന് പകരം റോളിൽ കൂപ്പർ കൊണോളിയെയായിരിക്കും ഫ്രാഞ്ചൈസി പരിഗണിക്കുക. ആങ്കർ റോൾ കൈകാര്യം ചെയ്യാനും ഫിനിഷർ റോൾ ഏറ്റെടുക്കാനുമുള്ള കെൽപ്പ് ശശാങ്ക് സിംഗിൻ്റെ സാന്നിധ്യം കിങ്സ് ബാറ്റിങ്ങിൻ്റെ ബാലൻസ് നിലനിർത്തുന്നതാണ്. 2025 സീസണിൽ 50 ബാറ്റിംഗ് ശരാശരിയിൽ 350 റൺസാണ് ശശാങ്ക് അടിച്ചെടുത്തത്. മുഷീർ ഖാൻ, സൂര്യാൻ ഷെഡ്ജെ, വിഷ്ണു വിനോദ് തുടങ്ങിയ ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ചൊരു താരനിര കൂടി ചേരുന്നതോടെ പഞ്ചാബ് സ്ക്വാഡ് ഡെപ്ത് മറ്റേതൊരു ടീമുമായും കിടപിടിക്കുന്നതായിരിക്കും. അതേസമയം മാർക്കസ് സ്റ്റോയിനിസിൻ്റെ മോശം ഫോം സീസണിന് മുന്നോടിയായി ഫ്രാഞ്ചൈസിക്ക് ആശങ്ക സൃഷ്ടിക്കുന്നുണ്ട്. അടുത്തിടെ സമാപിച്ച T20 ലോകകപ്പിൽ ഓസീസിനായി 3 ഇന്നിംഗ്സുകളിൽ നിന്ന് 55 റൺസ് മാത്രമാണ് സ്റ്റോയിനിസിന് സ്വന്തമാക്കാനായത്. ഇന്ത്യയുടെ T20 സ്പെഷ്യലിസ്റ്റ് പേസർ അർഷ്ദീപ് സിംഗ് നയിക്കുന്ന പഞ്ചാബ് കിങ്സിൻ്റെ പേസ് ബോളിംഗും ശക്തമാണ്. പോയ സീസണിൽ ടീമിൻ്റെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറും അർഷ്ദീപ് ആയിരുന്നു. യാഷ് താക്കൂർ, വൈശാഖ് വിജയകുമാർ എന്നിവർക്കൊപ്പം വിദേശ പേസർമാരായ മാർക്കോ യാൻസനും ലോക്കി ഫെർഗൂസനും മികച്ച ഓപ്ഷനായി സ്ക്വാഡിലുണ്ട്. T20 ലോകകപ്പിലെ മികച്ച ഫോം
അർഷ്ദീപും യാൻസനും IPL-ൽ തുടർന്നാൽ പഞ്ചാബിന് കാര്യങ്ങൾ എളുപ്പമാകും. സ്പിന്നർ യുസ്വേന്ദ്ര ചഹലിന്റെ സാന്നിധ്യവും കന്നി കിരീടം ലക്ഷ്യമിടുന്ന പഞ്ചാബിന് കരുത്താണ്. പോയ സീസണിൽ ടീമിന്റെ ബോളിംഗ് ബാലൻസിംഗ് ദൗത്യം ഏറ്റെടുത്തത് ചഹലായിരുന്നു. ഹാട്രിക് അടക്കമായി 2025 എഡിഷനിൽ 14 മാച്ചിൽ 16 വിക്കറ്റാണ് ഇന്ത്യൻ ലെഗ് സ്പിന്നർ സ്വന്തമാക്കിയത്. മാർച്ച് 31-ന് സ്വന്തം തട്ടകത്തിൽ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെയാണ് പഞ്ചാബ് കിങ്സിന്റെ ആദ്യ മത്സരം. പോയ സീസണിൽ അവസാനിപ്പിച്ച പോരാട്ട വീര്യവുമായി ശ്രേയസിന്റെ ചിറകിലേറി ഇത്തവണയും കളം നിറയാൻ കിങ്സിനാകുമോ എന്ന് കാത്തിരിക്കാം.